ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പരിപാടി എല്ലാ ദിവസത്തെയും പോലെ എഡിറ്റോറിയലിന്റെ ഡിസ്കഷൻ തന്നെയാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സെക്യുലർ റെമഡി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. ഇന്നലെ വളരെ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സുപ്രീം കോർട്ട് വേർഡിക്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിനെക്കുറിച്ച് ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന എന്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ എന്നിട്ടിരുന്നു. 1 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം അല്ലായിരുന്നു അത്. പക്ഷെ സ്റ്റിൽ അത് 1 മിനിറ്റ് കൊണ്ട് ഞാനത് പറഞ്ഞു തീർത്തായിരുന്നു. അപ്പൊ അതില് എന്താണ് സംഭവം ഞാൻ പറയാം. ഇത് സുപ്രീം കോടതി നിന്നുള്ള വിധി എന്താണെന്നുള്ള രണ്ടാമത് ഞാൻ പറയുന്നേ ഉള്ളൂ. ഷാബാനു കേസ് എന്നുള്ളൊരു കേസ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. ഷാബാനു കേസ്. ഈ ഷാബാനു കേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്റ്റേറ്റ്, 1-2 സ്റ്റേറ്റുകളിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. വാട്ട് ഈസ് യൂണിഫോം സിവിൽ കോഡ്? യൂണിഫോം സിവിൽ കോഡ് മീൻസ് നമ്മളുടെ ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ന്യൂമറസ് നമ്പർ ഓഫ് റിലീജിയൻസ് ആർ ദർ അല്ലെ. റിലീജിയൻസ് ഇല്ലാത്ത, റിലീജിയൻ ഫോളോ ചെയ്യാത്ത, നോ റിലീജിയൻ ഫോളോ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമ്മളിവിടെ ക്രിമിനൽ നിയമങ്ങളെല്ലാം സെയിം ആണ്. ഇപ്പോ നമ്മൾ ഒരു ക്രൈം ചെയ്താൽ IPCയും CRPCയും ഇന്ത്യൻ എവിഡൻസ് ആക്ടും ഒക്കെ ആയിരുന്നു നമുക്ക് ആപ്ലിക്കബിൾ. അതിപ്പോ ഈ ജൂലൈ 1 തൊട്ട് ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷ്യ അധിനിയവും ആയി മാറി. അപ്പൊ അത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും സിഖുകാരനും പാഴ്സിക്കും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും എല്ലാവർക്കും ഒരു ക്രൈം ചെയ്താൽ അത് തന്നെയാണ്. ക്രിമിനൽ ഒഫൻസിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്കെതിരെയുള്ള ആക്ഷൻസ് എടുക്കുന്നത് എല്ലാവർക്കും ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും സെയിം ആണ്. പക്ഷെ അതേ സമയത്ത് സിവിൽ നിയമങ്ങൾ ഫോർ മാരേജ്, ഫോർ ഡിവോഴ്സ്, ഫോർ ഇൻഹെറിറ്റൻസ്, ഫോർ അഡോപ്ഷൻ, ഇതിലെല്ലാത്തിനും ഓരോ മതത്തിനും ഓരോരോ നിയമങ്ങളാണ്. അതും കൂടെ സെയിം ആക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്ത് ആർട്ടിക്കിൾ 44 അകത്ത് പറഞ്ഞേക്കുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് മാത്രമാണ് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്തത്. ഗോവയിൽ ഓൾറെഡി യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. പക്ഷെ അത് ഇന്ത്യ ഉണ്ടാക്കിയതൊന്നും അല്ല. പണ്ട് പോർച്ചുഗീസുകാർ ഗോവ ഭരിക്കുന്ന സമയത്തെ ഉള്ള യൂണിഫോം സിവിൽ കോഡാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം അത് മനസ്സിലായല്ലോ. അപ്പൊ മാരേജ്, ഡിവോഴ്സിന് ശേഷമുള്ള ജീവനാംശം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളിൽ കോമ്പൻസേഷൻ ഒക്കെ കിട്ടുമല്ലോ വൈഫിന് ഹസ്ബൻഡ് എന്ന്. അതെല്ലാത്തിന്റെയും കാര്യത്തിൽ പല മതങ്ങൾക്കും പല രീതിയാണ്. അപ്പോ ഈ ഷാബാനു കേസ് എന്ന് പറയുന്ന സംഭവം മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഷാബാനു. ഈ ഷാബാനുവിന് ഡിവോഴ്സ് സംഭവിച്ചു. അന്നത്തെ പിന്നീട് മത നിയമങ്ങൾ അനുസരിച്ച് തന്നെ, ശരിയ നിയമങ്ങൾ അനുസരിച്ചാണ് ഡിവോഴ്സ് കിട്ടിയത്. ഡിവോഴ്സിന് ശേഷം അവര് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്തു. അവർക്ക് അവരുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് മതിയായ കോമ്പൻസേഷൻ കിട്ടണം അവർക്ക് ജീവിക്കാൻ എന്നും പറഞ്ഞു. പക്ഷേ അങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞ് അവര് സമീപിക്കുകയാണ് കോടതിയെ. അപ്പം അത് മതപരമായ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അവർക്ക് ശരിയായ കോമ്പൻസേഷൻ കിട്ടാത്തത് കൊണ്ട് അവര് സുപ്രീം കോടതിയെ ഇന്ത്യയിലെ സെക്യുലർ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് സമീപിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി സെക്യുലർ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഷാബാനുവിന് കോമ്പൻസേഷൻ അനുവദിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ആ വിധി ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻ ഫേവർ ഓഫ് വിമൻ ആണല്ലോ. അത് സ്വാഭാവികമായിട്ട് ഒരു വിമൻ എംപവർമെന്റിന്റെ ഭാഗമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല്, മുസ്ലിം മതവിഭാഗത്തിലെ ഒരു ഓർത്തഡോക്സ് സെക്ഷൻ ഇതിനെ ശക്തമായി എതിർത്തു. ശരിയാ നിയമങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണത്. അതുകൊണ്ട് തന്നെ കോർട്ടിന്റെ വേർഡിക്റ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ പ്രതിഷേധം ഇന്ത്യയിലുണ്ടായി. അന്ന് ഇന്ത്യ ഭരിക്കുന്ന രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി പ്രതിഷേധങ്ങളിൽ ഭയന്നു. എന്നിട്ട് അദ്ദേഹം നമ്മളുടെ ഈ കോടതികളുടെ വിധികളെ മറികടക്കാൻ തീർച്ചയായും പറ്റും. പാർലമെന്റ് വിചാരിച്ചാൽ പാർലമെന്റിന് ലെജിസ്ലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, നിയമങ്ങളെ മറികടക്കാൻ വേണ്ടി. നമുക്ക് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന കായിക വിനോദം തമിഴ്നാട്ടിൽ പൊങ്കലിനോടൊപ്പം നടക്കുന്നതാണ്. അതിന് പീറ്റ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, പീറ്റ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓൺ അനിമൽസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് പീറ്റ. പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓൺ അനിമൽസ് എന്ന് പറഞ്ഞ NGO ആണ്, ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അവർ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തിട്ട് ഇത് ക്രുവൽറ്റി അഗെയിൻസ്റ്റ് അനിമൽസ് ആണെന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുകയും ഈ ജല്ലിക്കെട്ട്, അതുപോലെ കർണാടകത്തിലെ കമ്പാല എന്ന് പറയുന്ന വേറൊരു ബുൾ ടൈമിംഗ് എക്സർസൈസ് ഉണ്ട്, ഇതിനെയൊക്കെ ബാൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ തമിഴന്റെ ഹെറിറ്റേജുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണിത്. അപ്പൊ അവര് അടങ്ങിയിരിക്കും. അവിടെ അന്ന് വലിയ അജിറ്റേഷൻസ് ഉണ്ടായി. ചെന്നൈയിലെ മറീന ബീച്ച് കേന്ദ്രീകരിച്ച് വലിയ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, പ്രോബ്ലം ഉണ്ടാകുന്ന രീതിയിലുള്ള സിറ്റുവേഷനെ റേസ് ചെയ്തു. അപ്പോ തമിഴ്നാട് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ട്
ഈ സുപ്രീം കോർട്ടിനെ മറികടക്കാനുള്ള ഒരു ഓർഡിനൻസ് അവരവിടെ പാസ്സാക്കി. ആ ഓർഡിനൻസ് പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിയമമായിട്ട് അവതരിപ്പിച്ചു. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രസിഡന്റിന്റെ അപ്രൂവലും കൂടെ വേണമായിരുന്നു. അങ്ങനെ പ്രസിഡന്റ് അപ്രൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവിടെ ജല്ലിക്കെട്ടും കമ്പാലയും നടക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ ലെജിസ്ലേച്ചർ വിചാരിച്ചാൽ സുപ്രീം കോടതിയുടെ വേർഡിക്റ്റുകൾ മറികടക്കാൻ പറ്റും. അന്ന് രാജീവ് ഗാന്ധി ഈ സുപ്രീം കോടതിയുടെ ഷാബാനു കേസിലെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള വേർഡിക്റ്റിനെ മറികടന്നുകൊണ്ട് ഈ ഷാബാനു കേസില് ഈ വുമൻ അനുകൂലമായിട്ട് കിട്ടിയ വിധിയെ നള്ളിഫൈ ചെയ്തുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കി. അതാണ് മുസ്ലിം വിമൻ മുസ്ലിം വിമൻ ഒരു ഇതിലുണ്ട്, ഒരു സെക്കൻഡ്, മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986. മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986. അപ്പൊ അന്ന് രാജീവ് ഗാന്ധി ഭയങ്കര ക്രിറ്റിസിസം നേരിട്ടു. ഈ മുസ്ലിം വിമനിന് കിട്ടേണ്ട ഒരു എംപവർമെന്റിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയുടെ ആ വിധിയെ നള്ളിഫൈ ചെയ്തുകൊണ്ട് വളരെ റിഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എടുത്തത്. ഒരു സെക്കുലർ കൺട്രിക്ക് ഇത് ചേർന്നല്ല. നമ്മൾ രാജീവ് ഗാന്ധിക്ക് വൻ വിമർശനങ്ങൾ നേരിട്ടു. അതിനുശേഷവും ഒരുപാട് ഡിവോഴ്സ് മുസ്ലിം വിഭാഗത്തിൽ നടന്നു. അന്നൊക്കെയും പല ഹൈക്കോടതികളും ഈ പറഞ്ഞ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ടിന് 1986 വിപരീതമായിട്ടുള്ള വിധികൾ പലപ്പോഴും പുറപ്പെടുവിച്ചു. അങ്ങനെ ഒരു ആകെ ആശയക്കുഴപ്പം ഇന്ത്യയിൽ നിലനിന്നു. ഈ ആശയക്കുഴപ്പങ്ങളുടെ പശ്ചാത്തലത്തിൽ 2001 സുപ്രീം കോർട്ട് 2001 സുപ്രീം കോർട്ട് ഈ നിയമം, ഈ പറഞ്ഞ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 എന്ന് പറഞ്ഞ രാജീവ് ഗാന്ധി ഷാബാനു കേസിനെ മറികടക്കാൻ കൊണ്ടുവന്ന നിയമം ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വിധിക്കുന്നതിന്റെ ഏതാണ്ട് വക്ക് വരെ എത്തി. പക്ഷേ സ്റ്റിൽ അവർ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വിധിച്ചില്ല 2001. പക്ഷെ ഇപ്പോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ തെലങ്കാന ഹൈക്കോർട്ട് ഒരു സ്ത്രീ അപ്രോച്ച് ചെയ്തു. അവരുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ജീവനാംശം വേണം. പക്ഷേ അത് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ജീവനാംശം പോരാ. അവർക്ക് CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്കകത്ത് സെക്ഷൻ 125 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജീവനാംശം വേണം എന്ന് പറഞ്ഞാണ്. അത് സെക്കുലാർ ആയിട്ടുള്ള നിയമമാണ്. ഇവിടെ മതമല്ല. ഇവിടെ CRPC സെക്ഷൻ 125 എന്ന് പറഞ്ഞത് ആ സെക്കുലാർ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് അവർ കോടതി അപ്രോച്ച് ചെയ്തു തെലങ്കാന ഹൈക്കോർട്ട് ഇൻ ഫേവർ ഓഫ് ദിസ് വുമൻ വിധി പ്രഖ്യാപിച്ചു. ഇങ്ങനെ പല വിധികളും പല ഹൈക്കോർട്ടുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഉടനെ ഹസ്ബൻഡ് സുപ്രീം കോടതി പോയി, ഇത് മെയിൻറ്റൈനബിൾ അല്ല ഈ സെക്കുലാർ നിയമം, ഐ വിൽ ഫോളോ ദിസ് നിയമം ഒള്ളി, മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 അനുസരിച്ചേ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി പോയി. അപ്പൊ സുപ്രീം കോടതി ഇന്നലെ വിധിച്ചു, മിനിഞ്ഞാന്ന് ഇത് നിലനിൽക്കെ തന്നെ ഒരു വുമന് ഇത് വെച്ച് വേണമെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ പറഞ്ഞിട്ടുള്ള ചെറിയ ചില കോമ്പൻസേഷൻസ് ഒക്കെ ഉള്ളൂ, അത് വെച്ച് വേണമെങ്കിൽ പറ്റും. അതല്ലെങ്കിൽ സെക്ഷൻ 125 ഓഫ് CRPC. അപ്പം സെക്യുലർ ആയിട്ടുള്ള നിയമം ഉപയോഗിച്ചും അവർക്ക് കോമ്പൻസേഷൻ മേടിക്കാൻ പറ്റും. ഇത് രണ്ടും പാരലലി എക്സിസ്റ്റ് ചെയ്യേണ്ടതാ. അല്ലാതെ ഇതിനെ നള്ളിഫൈ ചെയ്യാനും ചാൻസ് ഉണ്ട് ഭാവിയിൽ കേട്ടോ ഈ നിയമത്തിന്. ഇനി ആരെങ്കിലും ഒക്കെ വീണ്ടും കോടതി പോകാൻ സാധ്യതയുണ്ട്. സുപ്രീം കോർട്ട് വാസ് ഓൺ ദ വെർജ് ഓഫ് ഡിക്ലെയറിംഗ് ഇറ്റ് ആസ് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂറിംഗ് ദ ഇയർ ഓഫ് 2001 എന്നാ പറയുന്നത്. ചിലപ്പോൾ ഇനി അത് അങ്ങനെ ഡിക്ലെയർ ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ നിയമത്തിന്റെ ഈ പറഞ്ഞത് രണ്ടും ഇപ്പൊ പാരലലി കോഎക്സിസ്റ്റ് ചെയ്യണം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. അപ്പം ഇതാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നൊക്കെയും ഹിന്ദുവിൽ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. നാളെ അതിനെക്കുറിച്ചുള്ള ഇനി വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് വരാൻ സാധ്യതയുണ്ട്. ഇനി ക്യാൻ ഓഫ് വേംസ് എന്ന് പറയുന്ന എഡിറ്റോറാണ്. ഇത് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം നീറ്റ് കൊണൻഡ്രം എന്ന് പറയുന്നത്, നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അത് NTA ആണ് നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഇന്ത്യ മുഴുവനും നടക്കുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഒരു കോമൺ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിലേക്കും ഡെന്റൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനം. പക്ഷേ ഈ വർഷം നീറ്റിന്റെ കണ്ടക്റ്റിൽ വലിയ ഇറഗുലാരിറ്റീസ് ഉണ്ടായെന്ന് അലിഗേഷൻ ഉണ്ടായി. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടെന്നും കൺഫേം ആയി. പക്ഷെ അതൊരു മാസ് സ്കെയിലിൽ ലീക്ക് ഇല്ല. അതുകൊണ്ട് റീടെസ്റ്റ് നടത്താൻ പറ്റൂല എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിലപാട്. സുപ്രീം കോടതി ജൂലൈ 18 അടുത്ത ഹിയറിംഗ് വെച്ചേക്കാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു മാസ് സ്കെയിലിൽ ഇറഗുലാരിറ്റീസ് നടത്തുന്ന കണ്ടെത്തിയാൽ ഉറപ്പായിട്ടും ഈ എക്സാം റീടെസ്റ്റ് നടത്തേണ്ടി വരും എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയലിൽ
അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നീറ്റിന്റെ വിശ്വാസ്യത കുറച്ചൊക്കെ ഇപ്പോൾ ഇതോടുകൂടി പോയി. കാര്യം ഇങ്ങനെയുള്ള സംഭവം ഇപ്പോൾ മാസ് സ്കെയിൽ നടന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് കുട്ടികളിരുന്ന എക്സാമിന്റെ ഒരു ട്രസ്റ്റിൽ ആ കുട്ടികൾക്ക് ഒരു ഇതുണ്ടാവും, ഒരു ഡെഫിസിറ്റ് ഉണ്ടാവും, ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, പല സ്റ്റേറ്റുകളും അല്ലെങ്കിൽ തന്നെ ഈ നീറ്റിനെ എതിർക്കുന്നുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ അത് സ്ക്യൂഡ് ഇൻ ഫേവർ ഓഫ് അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് ആൻഡ് റിച്ച് പീപ്പിൾ ആണ്. പുവർ പീപ്പിളിന് ഇതുപോലുള്ള വലിയ കോച്ചിങ് ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്ത് ഈ നീറ്റ് എഴുതാനുള്ള ഫിനാൻഷ്യൽസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആണ് നീറ്റ് എന്നൊക്കെ തമിഴ്നാടിന്റെ MK സ്റ്റാലിനൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവർ എന്നിട്ട് പറഞ്ഞ് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. അത് പക്ഷേ ഒരിക്കലും നടക്കേണ്ട കാര്യമുള്ള ക്വസ്റ്റ്യൻ അവിടെ അടുത്ത മാർക്ക് തിരുത്തങ്ങ് നടക്കും. ഇവിടെ കേരളത്തിലൊക്കെ മുമ്പ് +2 മാർക്കിന്റെ ബേസിൽ കൊടുത്തോണ്ടിരുന്ന ഒരു സംഭവമാണ് 80s ഈ ഒരു മെഡിക്കലും എഞ്ചിനീയറിംഗും ഒക്കെ പ്രവേശനം. അന്ന് മാർക്ക് തിരുത്തി വിഷയം ഉണ്ടായാണ് ഈ എൻട്രൻസ് ഒക്കെ തുടങ്ങുന്നതാണ് ഇന്ത്യയിൽ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എൻട്രൻസ് തന്നെ വേണം, അത് കുറ്റമറ്റൊരു സംവിധാനമാക്കണം. എന്തായാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ IIT ഇപ്പൊ കണ്ടക്ട് ചെയ്ത ഒരു ഡേറ്റ അനാലിസിസിലാണ് ഇപ്പൊ അവര് അഭയം പ്രാപിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു IIT മദ്രാസ് ആണ് അത് കണ്ടക്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അവരൊരു ഡേറ്റ അനാലിസിസ് നടത്തി. IIT മദ്രാസ് ഈ മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ഡേറ്റ അനാലിസിസ് നടത്തിയിട്ട് ഏതാണ്ട് 1.4 lakhs റാങ്കുകൾ അവർ എടുത്ത് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ലോക്കലൈസ്ഡ് സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ബെനിഫിറ്റഡ് ആയതായിട്ട് യാതൊരു പ്രൂഫും ഇല്ല. അവർ ഡേറ്റ അനാലിസിസ് നടത്തിയിട്ട് അവർക്ക് അതിനുള്ള മെക്കാനിസം ഉണ്ട്. ഇതിലിപ്പം മാർക്കൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള ഹൈ മാർക്കൊക്കെ പല പിള്ളേർക്കും കിട്ടാൻ കാര്യം സിലബസിൽ 25% റിഡക്ഷൻ ഈ ഇടയ്ക്ക് വരുത്തിയിരുന്നത് അതുകൊണ്ടാണെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പൂർണ്ണമായിട്ട് IIT മദ്രാസിന്റെ ഈ ഒരു ഡേറ്റ അനാലിസിസിനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഒരിക്കലും റീടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ലെന്നാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും സുപ്രീം കോടതി ഇതെല്ലാം പരിശോധിച്ചിട്ട് ഒരു വേർഡിക്റ്റ് പറയും. ചിലപ്പോൾ ഒരു റീടെസ്റ്റ് നടത്താൻ പറയും, ചിലപ്പോൾ അവർ നടത്താൻ പറയൂല. പക്ഷെ എന്തായാലും ഇതില് വേണ്ടത് ഈ നഷ്ടപ്പെട്ട ട്രസ്റ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ സ്റ്റുഡൻസുമായിട്ട് അവരുടെ പേരൻസുമായിട്ട് ഗവൺമെന്റ് ഏജൻസീസും ഗവൺമെന്റിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരും ഒരു ഓപ്പൺ ഡിസ്കഷൻ നടത്തണമെന്നും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട് ആ എറേഴ്സ് ഓപ്പൺലി അഡ്മിറ്റ് ചെയ്ത് മാപ്പ് ചോദിക്കണമെന്നും അതിനുള്ള ഓണസ്റ്റ് കാണിക്കുന്നതാണ് ഇതിന് വേണ്ട കാര്യമെന്നും പിന്നെ NTA-യും അതിന്റെ ലൈൻ ഓഫ് ഓർഗനൈസേഷൻസും ഫ്യൂച്ചറിൽ എങ്ങനെ വർക്ക് ചെയ്യണം കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനും എന്നൊക്കെയാണ് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. അത് രണ്ടുമാണ് ഇന്നത്തെ എഡിറ്റോറിയൽസ്. അപ്പോൾ എഡിറ്റോറിയൽസ് മസ്റ്റായിട്ട് വായിക്കുക. കാരണം ഞാൻ നമ്മുടെ കറണ്ട് അഫയേഴ്സ് നോളജിനോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ കോംപ്രിഹെൻഷൻ സ്കില്ല് കൂടുക. അത് സെൻട്രൽ ഗവൺമെന്റ് ഏത് ടെസ്റ്റിനാണെങ്കിലും, അത് UPSC ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും SSC ആണെങ്കിലും ഏതിനാണെങ്കിലും നമ്മളെ കോംപ്രിഹെൻഷൻ സ്കില്ല് കൂടിയേ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ മറ്റ് ആർട്ടിക്കിൾസ്, റീഡിംഗ് ദ ടീ ലീവ്സ് എഹെഡ് ഓഫ് ചൈനാസ് തേർഡ് പ്ലീനം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് MK നാരായണനാണ്. MK നാരായണൻ ഒരു സമയത്ത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും പിന്നെ അതിനുശേഷം വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറും ഒക്കെ ആയിരുന്നു. മലയാളിയാണ്. ഇപ്പോഴും വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ മലയാളിയാണ്, CV ആനന്ദ ബോസ്. ഈ ഇപ്പോഴത്തെ NSA ആരാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ? അജിത് ഡോവൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിന്റെ കസേരയിൽ ഇരുന്ന മനുഷ്യനാണ് MK നാരായണൻ എന്ന് പറയുന്ന മലയാളി. അപ്പൊ ഇത് സംഭവം ഞാനൊന്ന് ഓടിച്ച് പറയാം എന്താണെന്ന്. ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ചൈനയെ ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിടെ അല്ലാതെ വേറൊരു പാർട്ടി ഇല്ല, അവിടെ ഡെമോക്രസി ഇല്ല. അപ്പൊ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് തേർഡ് പ്ലീനം എന്ന് പറയുന്നത്. ഓക്കെ, ചൈനയുടെ ഹിസ്റ്ററിയിലെ പല മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള ഡിസിഷൻസും എടുത്തിട്ടുള്ളത് ഈ തേർഡ് പ്ലീനം എന്ന് പറയുന്ന സംഭവത്തിലാണ്. അപ്പൊ ഡെങ് സിയാവോപിങ് ആണ് ചൈനയുടെ ഏറ്റവും കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ലീഡർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൈനയുടെ ലീഡർഷിപ്പ് നോക്കിയാൽ ആ ലീഡർഷിപ്പ് ഒരുപാട് കാലം പല പ്രസിഡന്റുമാർ ഭരിച്ചിട്ടുണ്ട് ചൈനയെ. 1949 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓർ PRC ഉണ്ടായതിനു ശേഷം ആദ്യം വരുന്ന മാവോ സേതുങ് എന്ന് പറയുന്ന ലീഡർ. അതിനുശേഷം ഡെങ് സിയാവോപിങ് വരുന്നു. പിന്നെ മൂന്നാമത്, ഇതിന്റെ ഇടയിൽ വേറെ ആൾക്കാരുണ്ട്, ഞാൻ അത് പറയുന്നില്ല, സി ജിൻപിങ്. ഇത് 3 പേരുമാണ് ചൈനയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ലീഡേഴ്സ് എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. മാവോ, ഡെങ് സിയാവോപിങ് ആൻഡ് സി ജിൻപിങ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് സി ജിൻപിങ്. ഈ 3 പേരുടെയും പേര് ചൈനയുടെ ഹിസ്റ്ററിയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. ചൈനയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ 3 പേരുടെയും പേരുണ്ട്. ചൈനയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പേര് ചേർക്കപ്പെട്ട 3 ലീഡേഴ്സ് ആണ്. മാവോ,
ഡെങ് സിയാവോപിങ് ആൻഡ് ഷി ജിൻപിങ്. മാവോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാവോ ആണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഫൗണ്ടർ. മാവോ ആയിരുന്നു റവല്യൂഷന്റെ ലീഡർ, ചൈനീസ് റവല്യൂഷന്റെ ലീഡർ. എന്നിട്ട് ലോങ് മാർച്ചും അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടത്തിയതും ഒക്കെ മാവോയുടെ നേതൃത്വത്തിലാണ്. ലാസ്റ്റില് അവിടെ ഭരണം പിടിച്ചെടുക്കുന്നത് മാവോയുടെ നേതൃത്വത്തിലാണ്. അവിടെ കമ്മ്യൂണിസം വരുന്നത് മാവോയുടെ നേതൃത്വത്തിലാണ്. അതാണ് ചൈനയുടെ ഏറ്റവും വലിയ ഒരു ലീഡറായി മാവോ മാറുന്നത്. പക്ഷെ മാവോയുടെ ഭരണ കാലഘട്ടത്തിൽ ചൈനയിൽ പോവർട്ടിയും ഫാമിൻസും ഒക്കെ ആയിരുന്നു. സോ ഹി വാസ് നോട്ട് എ വെരി വിഷണറി ലീഡർ എന്ന് വേണം പറയാൻ. കാര്യം അദ്ദേഹത്തിന്റെ വിഷൻ കൊണ്ട് ചൈനയ്ക്ക് വലിയ കമ്മ്യൂണിസം ഉണ്ടായെന്നല്ല, അവിടെ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വളരെ പോവർട്ടി റിഡൻ ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. ആ രാജ്യത്ത് ഡെങ് സിയാവോപിങ് ആണ് പിന്നീട് ഇന്നത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിലേക്കും ഇന്ന് US കഴിഞ്ഞാൽ ചൈന ഏറ്റവും വലിയ രണ്ടാമത്തെ എക്കണോമിക് പവർ ആക്കിയൊക്കെ മാറ്റിയത് ഡെങ് സിയാവോപിങ്ങിന്റെ വിഷനിലാണ്. അദ്ദേഹം അവിടെ ഏതാണ്ട് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അവിടെ നടപ്പാക്കുന്ന അദ്ദേഹമാണ്. അതിനുശേഷമാണ് യുഎസിലെ ആപ്പിൾ പോലുള്ള കമ്പനികളെല്ലാം ചൈനയിലേക്ക് പറിച്ചു നടപ്പെടുന്നതും എല്ലാം. അപ്പോൾ കമ്മ്യൂണിസം ആയിരുന്നെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു മിക്സ്ഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ക്യാപിറ്റൽ ഫോർമേഷനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിങ്ങിനോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്കണോമിയാണ് ഡെങ് സിയാവോപിങ്ങിന്റെ വിഷനിൽ ചൈനയിൽ നടപ്പാക്കിയത്. അതുകൊണ്ട് ചൈനയുടെ ഇന്നത്തെ ഡെവലപ്മെന്റിന്റെ കാരണക്കാരൻ തീർച്ചയായും ഡെങ് സിയാവോപിങ് ആണ്. ഡെങ് സിയാവോപിങ് നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ് ഇന്ന് ഇവര് ബാക്കിയുള്ളവരെല്ലാം തുടരുന്നത്. ഇന്നത്തെ ഷി ജിൻപിങ് പിന്നെ അവിടെ BRI എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്ന ആളാണ്. അതുകൊണ്ടാണ് പുള്ളി ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്. BRI മീൻസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. BRI എന്താണ്? ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. നമ്മളുടെ ഏൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്ന സിൽക്ക് റോഡ് പ്രോജക്ട്, സിൽക്ക് റോഡ് എന്ന് പറഞ്ഞ സിൽക്ക് റൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രോജക്റ്റിനെ റിവൈവ് ചെയ്ത് കടൽ മാർഗവും കരമാർഗവും കണക്ടിവിറ്റി പ്രോജക്റ്റ് ആക്കി മാറ്റി ചൈനയുടെ അധീശത്വം മറ്റ് രാജ്യങ്ങളിലേക്ക് വളർത്തിയ ലീഡറാണ് ഷി ജിൻപിങ് എന്ന് പറയുന്ന ലീഡർ. വളരെ അസേർട്ടീവ് ആയിട്ടുള്ള ലീഡറാണ്. അതുകൊണ്ടും പിന്നീട് അദ്ദേഹത്തിന്റെ പേരും അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെക്കപ്പെടുകയാണ്. അതുപോലെ ഷി ജിൻപിങ്ങിന് മരിക്കും വരെ അവിടെ പ്രസിഡന്റ് ആയിട്ട് തുടരാം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഇടയ്ക്ക് ഒരു ചേഞ്ചും വരുത്തി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 3 ലീഡേഴ്സാണ് ചൈനയുടെ ഏറ്റവും കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ തേർഡ് പ്ലീനം ഇപ്പം വീണ്ടും ചൈനയിൽ വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വേൾഡിന്റെ എക്സ്പെക്ടേഷൻസിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ചൈന പല എക്സ്പെർട്ടുകൾ ബിലീവ് ചെയ്യുന്ന അതിന്റെ ഗ്രോത്ത് പീക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ചൈനയ്ക്ക് ഫർദർ ആയിട്ടുള്ള ഗ്രോത്ത് ഇല്ല. ഈ ഗ്രോത്ത് സാച്ചുറേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ അവിടെ നിൽക്കുക അല്ലെങ്കിൽ താഴോട്ടേക്ക് ഒരു ഡിക്ലൈൻ ഉണ്ടാവും എന്ന് കുറെ പേര് കരുതുന്നുണ്ട്, പ്രധാനപ്പെട്ട വേൾഡിലെ ഈ ഫീൽഡിലെ എക്സ്പെർട്ടുകൾ ഒക്കെ. എന്തായാലും ചൈനയിൽ ഇപ്പോൾ ഗ്രോത്തിന്റെ കാര്യത്തിൽ കുറച്ച് തിരിച്ചടിയാണ്. ചൈന വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി എന്നുള്ള പൊസിഷനൊക്കെ ഒരുപാട് കാലം മുമ്പേ നഷ്ടപ്പെട്ടു. അതിപ്പോൾ ഇന്ത്യയാണ്. ഒപ്പം ചൈനയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു. ചൈനയിലെ മാനുഫാക്ചറിങ് സെക്ടറിൽ പ്രോബ്ലംസ് ഉണ്ട്. ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ബബിള് ബ്രേക്ക് ചെയ്തു. ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ വമ്പൻ കമ്പനികളൊക്കെ പലതും പൂട്ടിപ്പോകുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചൈനയ്ക്കകത്തുണ്ട്. അതേ സമയത്ത് തന്നെ ചൈനയുടെ ത്രട്ട് ഒരു മറ്റ് രാജ്യങ്ങൾ ഈ സീനോഫോബിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ചൈനയാണ്. എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ഈ ചൈനയെ ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. ഇന്നലത്തെ നാറ്റോ സമ്മിറ്റ് ഇന്നലെയും നടന്നുകൊണ്ടിരിക്കുകയാണ് വാഷിംഗ്ടണിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു നാറ്റോ സമ്മിറ്റിനെ കുറിച്ച്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ സമ്മിറ്റ്, US-ന്റെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ്, 32 members are there. Those countries are actually discussing on various global issues, especially the Ukraine-Russia war in Washington. In that summit also, they directly pinpointed China and they criticized that China is acting as an enabler for Ukraine-Russia war, and they are tremendously helping Russia by giving arms, microchips and ഫിനാൻഷ്യൽ ഓൾ അതർ കൈൻഡ്സ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചൈന ഒരു ത്രെട്ട് ആണ് എന്നാണ് വെസ്റ്റേൺ കൺട്രീസ് എല്ലാം വിശ്വസിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ത്രെട്ട്. ഒപ്പം തന്നെ ചൈന അവരുടെ ചുറ്റിലും ഉള്ള രാജ്യങ്ങൾ, അപ്പോൾ തൈവാൻ ഈസ് നോട്ട് എ നേഷൻ, ഈവൻ ദെയർ ബിഗ്ഗസ്റ്റ് ബാക്കർ US ഈസ് ഓൾസോ നോട്ട് റെക്കഗ്നൈസിങ് തൈവാൻ ആസ് എ നേഷൻ, ആൻഡ് ഇൻ ഇന്ത്യ വി ആർ റെക്കഗ്നൈസിങ് ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് ചൈന ഓൺലി. വൺ ചൈന പോളിസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചൈനയുടെ ഭാഗമാണ് തൈവാൻ എന്നാണ് നമ്മളും വിശ്വസിക്കുന്നത്. പക്ഷേ തൈവാനെ ഫോഴ്സ്ഫുള്ളി അവരോട് ഒരു യുദ്ധത്തിൽ കൂടി ഒന്ന് കൂട്ടിച്ചേർക്കരുത് എന്നുള്ളൊരു വിശ്വാസമാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് എല്ലാം ഉള്ളത്. അപ്പൊ തൈവാനെ അവർ പലപ്പോഴും ഇന്റിമിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ചുറ്റിലും സൗത്ത് ചൈന സീയിലുള്ള രാജ്യങ്ങൾ, സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സീ ആണെന്ന് ഞാൻ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്.
വേൾഡിൽ കപ്പൽ ഗതാഗതത്തിന്റെ ഏറ്റവും കൂടുതൽ പങ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ചൈന സീ വഴിയാണ്. ഈ സൗത്ത് ചൈന സീയിലെ സൗത്ത് ചൈന സീക്ക് ചുറ്റും ഒരുപാട് നേഷൻസ് ഉണ്ട്. ആസിയാൻ നേഷൻസിലൊക്കെ പലതും. ആസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. സിംഗപ്പൂരും തായ്ലൻഡും ഫിലിപ്പൈൻസും മലേഷ്യയും കംബോഡിയയും വിയറ്റ്നാമും മ്യാൻമറും ലാവോസും ഒക്കെ ചേർന്നതാണ് ഈ ആസിയാൻ. ഈ ആസിയാനിലെ ഫിലിപ്പൈൻസിന്റെയൊക്കെ ഫിലിപ്പൈൻസിനൊക്കെ സൗത്ത് ചൈന സീയിൽ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേക്ക് ഉണ്ട്. ബട്ട് ചൈന ഇസ് നോട്ട് റെഡി ടു അക്നോളജ് that fact and they are claiming the entirety of South China Sea as their own. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗത്ത് ചൈന സീയിൽ വലിയ കൺഫ്രണ്ടേഷൻസ് പല രാജ്യങ്ങളുമായിട്ടുണ്ട്, എസ്പെഷ്യലി ഫിലിപ്പൈൻസുമായിട്ട് ചൈനയ്ക്കുണ്ട്. അപ്പം അങ്ങനെ അവരുടെ ഗ്രോയിങ് അസർട്ടീവ്നെസ് ഇൻ ഗ്ലോബൽ അഫയേഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ആസ് എ challenge to many of their neighboring countries and also the developed countries. ഇനിയിപ്പം അവരുടെ മറ്റൊരു നെയ്ബറിംഗ് കൺട്രിയായ ഇന്ത്യയുടെ അവസ്ഥ. ഇന്ത്യയുമായിട്ട് ചൈന ഷീ ജിൻപിങ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും ലൈൻ ഓഫ് ഫാക്ച്വൽ കൺട്രോളിൽ വലിയ പ്രോബ്ലംസിലാണ്. നമുക്കറിയാം, ലൈൻ ഓഫ് ഫാക്ച്വൽ കൺട്രോളിൽ ലഡാക്ക് മേഖലയിലൊക്കെ ചൈന ഒരുപാട് ഇന്ത്യയുടെ പ്രദേശങ്ങൾ കയ്യേറിയിട്ട് ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. ഇന്ത്യയുടെ പട്ടാളക്കാരും ചൈനീസ് സൈഡിലെ പട്ടാളക്കാരും കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി കോവിഡിന്റെ സമയത്ത്. ആ പ്രോബ്ലം ഡീഎസ്കലേറ്റ് ചെയ്യാനുള്ള നടപടികൾ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് സ്വീകരിക്കുന്നെങ്കിലും ചൈനയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു അനുഭാവപൂർണമായ നടപടി ഉണ്ടാകുന്നില്ല. അങ്ങനെ ചൈന അതിന്റെയൊക്കെ മധ്യത്തിലാണ് ഈ ചൈനയുടെ തേർഡ് പ്ലീനം നടക്കുന്നത്. അപ്പം ചൈനയുടെ ഗ്രോത്ത് ഒക്കെ ഇപ്പൊ കുറഞ്ഞിരിക്കുന്ന സമയം, അതുപോലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയം. അപ്പോൾ ഒരു വലിയ മാറ്റം ചൈനയുടെ ഫോറിൻ പോളിസിയിൽ, ചൈനയുടെ എക്കണോമിക് പോളിസിയിൽ ഒക്കെ ഉണ്ടാകുമോ എന്നാണ് ഈ തേർഡ് പ്ലീനത്തിൽ എല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കുന്നത്. പക്ഷേ ചൈന ഈസ് നോട്ട് സ്ട്രേഞ്ചർ ടു സ്പ്രിങ്ങിങ് സർപ്രൈസസ്. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഡെങ് സിയാവോപിങ് ഒരിക്കൽ അഡ്മിറ്റ് ചെയ്തതുപോലെ 1978 ഇതുപോലെ നടന്ന തേർഡ് പ്ലീനത്തിൽ അക്സെപ്റ്റ് ചെയ്ത പോലെ ഒരു അക്സെപ്റ്റൻസ്, അങ്ങനെ ഒരു അഡ്മിഷൻ ഷീ ജിൻപിങ്ങിന്റെ ആരും പ്രതീക്ഷിക്കുന്നില്ല. ചൈന ചെയ്ത കാര്യങ്ങളിൽ 30% റോങ്ങും 70% കറക്റ്റും ആണ് എന്നാണ് 78 ഡെങ് സിയാവോപിങ് പറഞ്ഞ കാര്യം. അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഡെങ് സിയാവോപിങ് പറഞ്ഞത് മാവോ മരിച്ചതിന് ശേഷമാണ്. മാവോ ചെയ്ത കാര്യങ്ങളിൽ 30% തെറ്റെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും. പക്ഷെ ഷീ ജിൻപിങ് ആണ് ഇപ്പൊ കുറെ കാലം കൊണ്ട് ചൈന ഭരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഓപ്പൺ അഡ്മിഷൻ ഓഫ് ഡൂയിങ് മിസ്റ്റേക്ക് ബൈ ഹിംസെൽഫ് ആയി പോകും. അതുകൊണ്ട് അയാൾ അത് പറയാൻ സാധ്യതയില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ലാസ്റ്റില് ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ MK എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ത്യ ഈസ് ഇൻ എ ഫാർ ഗ്രേറ്റർ പൊസിഷൻ as compared to China currently in the global arena എന്നാണ്. അതിൽ മെയിൻലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇന്ത്യ ഈസ് ഹാവിങ് എ വെരി സ്ട്രോങ് ലീഡർഷിപ്പ്. അത് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഇന്ത്യ ഈസ് ഹാവിങ് ഇൻഫ്ലുവൻസ് ഓൺ മെനി ഓഫ് ദ ഗ്രേറ്റ് കൺട്രീസ്, എസ്പെഷ്യലി G7 നേഷൻസ്. G7 നേഷൻസിനെ സംബന്ധിച്ച് ഇന്ത്യ ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ പാർട്ണർ ഇൻ ഇൻഡോ പസഫിക് റീജിയൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഗ്രേറ്റർ സേ ഉണ്ട് ഇപ്പൊ ഗ്ലോബൽ അഫയേഴ്സിൽ. വെസ്റ്റേൺ നേഷൻസ്, ലോകത്തിലെ ഡെവലപ്ഡ് നേഷൻസ്, ലോകത്തിലെ ഡെവലപ്പിംഗ് നേഷൻസ്, ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന ഡെവലപ്പിംഗ് നേഷൻസ്, അവരുടെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ഇന്ത്യക്കാണ്. അങ്ങനെ പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്ത്യ. അപ്പം ഇന്ത്യക്ക് ചൈനയെക്കാരും ഫാർ സുപ്പീരിയർ പൊസിഷനിലാണ് ഗ്ലോബലി മറ്റ് രാജ്യങ്ങളുടെ അക്സെപ്റ്റൻസിന്റെ കാര്യത്തിൽ. ചൈനയെ മറ്റ് രാജ്യങ്ങൾ ഭയക്കുകയാണ്, ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളുടെ അക്സെപ്റ്റൻസ് ആണ് ഇന്ത്യക്ക്. അപ്പൊ ആ ഒരു പൊസിഷൻ ഓഫ് എന്താ പറയുക സ്ട്രെങ്തിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് ചൈനയുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ വേയിലോ അല്ലെങ്കിൽ ചൈനയുമായിട്ടൊരു കൺസിലിയേറ്ററി വേയിലോ പോകാൻ പറ്റും. അപ്പോൾ അതിലേത് പാത്ത് സ്വീകരിക്കും എന്നുള്ളത് ഇന്ത്യയുടെ നയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ തീരുന്നത്. അപ്പം ഇന്ത്യക്ക് ഇതിൽ വലിയൊരു സേ ഉണ്ട് ചൈനയുടെ എന്ത് കാര്യം സംഭവിച്ചാലും. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റിലേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളായിട്ട് വേണം ഈ ആർട്ടിക്കിളിനെ കാണാൻ. പിന്നെ അടുത്തത് ബ്രേക്കിംഗ് ദ ടാബു അറൌണ്ട് മെൻസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ആർട്ടിക്കിളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തില്ല, എൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് അങ്ങനെ വലിയ ആവശ്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ലോകമാകമാനം ഒരുപാട് മില്യൺസ് ഓഫ് ആൾക്കാർ, എത്ര മില്യൺ എന്നൊക്കെ പറയുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും അത്തരത്തിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ മദർഹുഡ് എന്ന് പറയുന്ന സംഭവം ഡിലേ ആവുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ വിഷയം വരുമ്പോൾ 50% പ്രോബ്ലം പുരുഷനാണ്, 50% സ്ത്രീയുടെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും
പുരുഷന്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു. അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, അതിൽ പേരൻ്റൽ റോൾ ഉൾപ്പെടെ ഉണ്ട്. ഇപ്പം നമ്മളുടെ ആൺകുട്ടികൾക്ക് എങ്ങനെ അവർക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊക്കെ ഏജ് അവർ അഡോളസെൻ്റ് ഏജിലേക്ക് എത്തുമ്പോൾ തന്നെ അവരുടെ ആമ്പിള്ളേരല്ലേ, അപ്പോൾ അവരുടെ അച്ഛൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം ബെറ്റർ ലൈഫ് സ്റ്റൈല്, നല്ല ഫുഡ്, മദ്യപാനത്തിൽ നിന്നും മാറി നിൽക്കുക, പുകയില ഒഴിവാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. പിന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വന്നാൽ ആ പ്രോബ്ലംസ് റെക്ടിഫൈ ഉള്ള ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് നീ പറയുന്നുണ്ട്. അപ്പം നമുക്കത് വലിയ ആവശ്യമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു. ഈ നെക്സ്റ്റ് പേജിൽ ഷുഡ് സ്റ്റേറ്റ് ഗെറ്റ് സ്പെഷ്യൽ പാക്കേജസ് ഔട്ട്സൈഡ് ഫിനാൻസ് കമ്മീഷൻ അലോക്കേഷൻസ് എന്ന് പറയുന്നൊരു ആർട്ടിക്കിളുണ്ട്. ഇത് ആക്ച്വലി ഒരു ആർട്ടിക്കിൾ ഒന്നുമല്ല, ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. അതായത് ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ, ഷുഡ് സ്റ്റേറ്റ്സ് ഗെറ്റ് സ്പെഷ്യൽ പാക്കേജസ് ഔട്ട്സൈഡ് ഫിനാൻസ് കമ്മീഷൻ അലോക്കേഷൻ. സംഭവം നമുക്കറിയാം, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസത്തെ എനിക്കൊന്ന് ഒരു 3 ദിവസം മുമ്പുള്ള ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്ത് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഞാൻ പറയുന്നില്ല. അത് മാത്രമല്ല, ഇതൊരു ആർട്ടിക്കിൾ അല്ല, ഞാൻ പറഞ്ഞില്ല, ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ 16ാം ഫിനാൻസ് കമ്മീഷനാണ് പേരിക്കുന്നത്, 16th ഫിനാൻസ് കമ്മീഷൻ. അതിന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. അപ്പൊ കഴിഞ്ഞ 14ാം ഫിനാൻസ് കമ്മീഷനെ 15ാം ഫിനാൻസ് കമ്മീഷന്റെ ഒക്കെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇന്ത്യയുടെ ഡിവിസിബിൾ ആയിട്ടുള്ള ടാക്സ് പൂളിൽ നിന്ന്, സ്റ്റേറ്റുകൾക്കും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടാക്സ് പൂളിൽ നിന്ന് 41% സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം, ബാക്കി 59% സെൻട്രൽ ഗവൺമെന്റ് കൈവച്ചേക്കണമെന്നാണ് ലാസ്റ്റ് ഫിനാൻസ് കമ്മീഷനൊക്കെ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഫോർമുല. ഇനി അടുത്ത 16ാം ഫിനാൻസ് കമ്മീഷൻ ചിലപ്പോൾ ഈ ഫോർമുലയിൽ വ്യത്യാസം വരുത്തും. അത് സെൻട്രൽ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യണം, അവർക്ക് ഇഷ്ടമുണ്ട് അക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പം ഈ 41% അല്ലേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി അതല്ലാതെ ഗവൺമെന്റ് കയ്യിൽ കുറെ ഫണ്ട് ഉണ്ടല്ലോ, ഈ ഫണ്ടിൽ നിന്ന് പിന്നെയും സ്റ്റേറ്റുകൾക്ക് ഫണ്ടിങ് ഒക്കെ കിട്ടും. അത് റിസോഴ്സ് ക്രഞ്ചൊക്കെ ഫേസ് ചെയ്യുന്ന സ്റ്റേറ്റൊക്കെ കൊടുക്കുന്നത്. പലപ്പോഴും അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫിനാൻസ് കമ്മീഷന്റെ പർവ്യൂവിന് വെളിയിലുള്ളതായതുകൊണ്ട് പലപ്പോഴും പൊളിറ്റിക്കൽ കമ്പൽഷൻസിന്റെ ബേസിൽ അത് സംഭവിക്കാറുണ്ട്. അപ്പം അത് ഒരു ആർട്ടിക്കിൾ ഈ ഇടയ്ക്ക് അത് ഡിസ്കസ് ചെയ്തായിരുന്നു. ആ ആർട്ടിക്കിൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് തരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പൊ സ്പെഷ്യൽ പാക്കേജ് ഒക്കെ ഇപ്പം ആന്ധ്രാപ്രദേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് TDP തെലുഗുദേശം പാർട്ടിയാണ്. തെലുഗുദേശം പാർട്ടിയുടെ ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത്. ആൻഡ് ദേ ആർ ദ മെയിൻ ഫോഴ്സ് ബിഹൈൻഡ് ദ NDA 3 ഗവൺമെന്റ് ബിക്കോസ് BJP didn't get absolute majority during the last election. They got only 240 seats. Absolute majority mark in our parliament is in Lok Sabha is 271 seats. They are short of 31 seats. So they have to depend TDP and JDU of Bihar. അപ്പോൾ അവരുടെ കമ്പൽഷൻസിന്റെ ബേസിൽ ഈ സ്പെഷ്യൽ പാക്കേജസ് ഒക്കെ ബീഹാറിനും ആന്ധ്രയ്ക്കും കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ തന്നെ ഇപ്പോൾ വരാൻ കാര്യം. കൊടുക്കുമെന്ന് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ ദർ ഈസ് എ ഗ്രേറ്റ് ചാൻസ് ഫോർ അലോക്കേറ്റിംഗ് സച്ച് financial resources to these two states, and these two states are actually facing problems also. They are genuine, their demands are genuine, that we have to accept, because especially Andhra Pradesh that was bifurcated into Andhra, residual Andhra and Telangana in the year of 2014, and when that state was bifurcated, the main source of income of Andhra Pradesh, that is Hyderabad, gone with Telangana, because that falls under Telangana region. That was the biggest setback for Andhra Pradesh in the 2014 Andhra Pradesh Reorganization Act. Okay. അപ്പം അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബീഹാർ ഈസ് ദ പൂറസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അത് പല പല കാരണങ്ങൾ കൊണ്ട്. അപ്പം അവർക്ക് രണ്ടുപേർക്ക് സ്പെഷ്യൽ പാക്കേജ് അവർ ആവശ്യപ്പെടുന്നത് തെറ്റെന്നും പറയാൻ പറ്റൂല. പക്ഷെ അതിനെക്കുറിച്ച് കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻ, ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന അരുൺകുമാർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റും പിനാകി ചക്രവർത്തി എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റുമാണ്. അവരുടെ അഭിപ്രായങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കുക, വേണമെങ്കിലല്ല വായിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഇന്ത്യസ് EV സ്പേസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ കാണാം. സംഭവം ഇത് EV ഉണ്ടല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾ അഡോപ്ഷൻ ഇന്ത്യയിൽ കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കുറെ സ്കീംസുകളൊക്കെ ഉണ്ട്. ആ സ്കീമിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്കീം എന്ന് പറയുന്നത് ഫെയിം എന്ന് പറയുന്ന സ്കീമാണ്. പക്ഷെ ഈ ഫെയിമിന്റെ കേസിൽ കുറച്ച് വിഷയങ്ങൾ ഈ ഇടയ്ക്കുണ്ട്. ഫെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാണ് ഫെയിം. പക്ഷെ ഇപ്പൊ ഹൈബ്രിഡ്
വെഹിക്കിൾസിന് ഈ ഫെയിമിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ മാനുഫാക്ചറേഴ്സിനും അതുപോലെ ഈ വാങ്ങുന്ന നമ്മളെ പോലുള്ള കസ്റ്റമേഴ്സിനും ഒക്കെ ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും നമുക്ക് വാങ്ങുന്നതിനൊക്കെ സബ്സിഡി തരും. അതായിരുന്നു ഫെയിമിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾസിന് മാത്രമല്ല, മുമ്പ് അത് ഹൈബ്രിഡ് വെഹിക്കിൾസിന് കൊടുക്കുമായിരുന്നു. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാണ് ഫെയിമിന്റെ എക്സ്പാൻഷൻ. പക്ഷേ ഇപ്പോൾ അത് മാറ്റി ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയി. സോ ഹൈബ്രിഡ് വെഹിക്കിൾസ് ആർ നോട്ട് കവേർഡ് അണ്ടർ ഫെയിം സ്കീംസ് എനിമോർ. ബട്ട് ഇനി EV അഡോപ്ഷൻ കൂട്ടണം ഇന്ത്യയിൽ. 2030 കൂടി നമുക്ക് ഇന്നലെ നമ്മുടെ July 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ഇന്നലെയൊക്കെ നമ്മൾ നടത്തിയായിരുന്നു. അപ്പം ഹിന്ദുവിലൊക്കെ വന്ന ആർട്ടിക്കിളിൽ 2030 കൂടി ഇന്ത്യ ഇലക്ട്രിക് വെഹിക്കിൾ അഡോപ്ഷൻ ഒക്കെ നടത്താന്നൊക്കെ ഒരു ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അഡോപ്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ ഇനിയും ഒരുപാട് ഇൻസെന്റിവൈസ് ചെയ്തേ പറ്റുള്ളൂ ആ സെക്ടറിന്. അപ്പം ഈ ഫെയിമിന്റെ അടുത്ത ഘട്ടം വരാൻ പോയാണ്. അപ്പൊ അതൊക്കെ മുൻനിർത്തി ഉള്ള ഒരു ആർട്ടിക്കിളാണിത്. ഓക്കെ, പിന്നെ ഈ പേജ് ഒന്നും വേണ്ട, അതിനടുത്ത പേജിൽ പോകുന്നു. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണ്ട. ഒന്ന്, ഡ്യൂറിംഗ് conflict there is no such things as strategic autonomy. US ambassador to India. US ambassador to India is Eric Garcetti. US ambassador to India is Eric Garcetti. Eric Garcetti. ഇന്നലെ അദ്ദേഹം ഒരു പ്രസ്താവന, ഒരു ഇന്ററാക്ഷൻ, ഒരു മീഡിയ ഇന്ററാക്ഷൻ, ഒരു പരിപാടിയിൽ അങ്ങോട്ട് പങ്കെടുത്തപ്പോൾ പറഞ്ഞു, ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ക്രൈസിസ് ഓർ കോൺഫ്ലിക്ട് there is no such thing as strategic autonomy. അത് പറയാൻ കാര്യം, Narendra Modi, Indian Prime Minister, did a surprise visit to Russia last week. We discussed about that in great detail. Okay. And that was at the same time when the G7 countries and other NATO nations assembled at Washington for the 75th anniversary of NATO summit. NATO, 75th anniversary of formation of NATO. നാറ്റോയുടെ ഫോർമേഷന്റെ 75ാം വാർഷികത്തിൽ വാഷിംഗ്ടണിൽ നാറ്റോ നേഷൻസും മറ്റ് G7 കൺട്രീസ് ഒക്കെ ഒരുമിച്ച് കൂടി അതേ സമയത്താണ് മോഡി പുടിനെ വിസിറ്റ് ചെയ്തത്. അപ്പം നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ സ്ട്രാറ്റജിക് ഓട്ടോണമി. വി ഹാവ് എ റിച്ച് ഫ്രണ്ട്ഷിപ്പ്, വി ഹാവ് എ ഹിസ്റ്ററി ഓഫ് എന്താ പറയുന്ന ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ. ആൻഡ് അതെന്ന് പറയുന്നത് മറ്റ് കോൺഫ്ലിക്റ്റ് അതൊന്നും അദ്ദേഹത്തിന് ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞേക്കണം. ഇത്തരത്തിൽ മോശമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞാൽ മോഡിയുടെ റഷ്യൻ വിസിറ്റിന് US ഇഷ്ടപ്പെടുന്നില്ല. ദേ ആർ ക്രിട്ടിസൈസിങ് ഇറ്റ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. USന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്, ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ട്, ക്രിട്ടിക്കലായിട്ട്. പക്ഷെ അത് ഈ കാര്യമില്ല, കാരണം അത് ഇന്ത്യയുടെ ഇഷ്ടമാണ്. അത് യുവമാരങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊന്നും നമ്മളത് മാറ്റാൻ പോകണില്ല. ഇനി US വേറൊരു മാർഗവും ഇല്ല എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡോ പസഫിക് മേഖലയിൽ ദർ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ഈസ് ചൈന ആൻഡ് ദ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഓഫ് ചൈന ഇൻ ദ ഇൻഡോ പസഫിക് റീജിയൻ. ടു കൗണ്ടർ ദാറ്റ് ദേ നീഡ് എ ബിഗ് കൺട്രി ഹാവിംഗ് ബിഗ് പോപ്പുലേഷൻ ആൻഡ് വെരി ഫോർമിഡബിൾ മിലിറ്ററി പ്രസൻസ് ഇൻ ദ റീജിയൻ. അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ബാക്കി ഏഷ്യൻ രാജ്യമായ ജപ്പാൻ, ഇറ്റ്സ് എ സ്മോൾ നേഷൻ. ഒരു വലിയ എക്കോണമിയൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ സൗത്ത് കൊറിയ, അനദർ സ്മോൾ നേഷൻ. സ്മോൾ നേഷൻ മീൻസ് അവരുടെ പോപ്പുലേഷൻ സൈസും എല്ലാം വളരെ ചെറുതാണ്. അപ്പം ആ ഒരു സിഗ്നിഫിക്കൻറ്റ് കൺട്രി ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ അവന്മാർക്ക് വിട്ടുകളയാൻ പറ്റൂലെന്ന്. അതുകൊണ്ട് നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ ഡിപ്ലോമസി, നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷൻ എല്ലാം നമ്മൾ ചെയ്യണം. അത് ഈ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ബേസിൽ തന്നെ ചെയ്യണം. കാര്യം ഇവരെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യക്ക് ഏറ്റവും വലിയ ത്രെട്ടായ ടെററിസ്റ്റായ ഗുർബദ്വന്ത് സിംഗ് പന്നുൻ, SFJ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ, സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഈ ടെററിസ്റ്റായ അതിന്റെ ഫൗണ്ടറായ ഗുർബദ്വന്ത് സിംഗ് പന്നുനെ US സിറ്റിസൺ ആണെന്നുള്ള രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ നടത്തിയേക്കുന്നവന്മാരാണ് ഇവന്മാർ. ഇന്ത്യയിൽ ബാൻഡ് ഓർഗനൈസേഷനാണ് SFJ. ഇന്ത്യയുടെ സോവറിനിറ്റിയെ വെല്ലുവിളിക്കുന്ന ഓർഗനൈസേഷനാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന US-ന് തീർച്ചയായിട്ടും തിരിച്ച് ഇങ്ങനെയുള്ള ചില റിപ്ലൈകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. താഴോട്ട് വരുമ്പം ഒന്ന് രണ്ട് ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന്, സാൻ ഫെർണാണ്ടോ ബിക്കംസ് ഫസ്റ്റ് മദർ ഷിപ്പ് ടു ഡോക്ക് അറ്റ് വിഴിഞ്ഞം സീ പോർട്ട്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു മദർ ഷിപ്പ് ഇന്ത്യയിൽ ഒരു പോർട്ടിൽ അടുത്തു. മദർ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ജൈജാന്റിക് ഷിപ്പുകളാണ്. 10,000 2,000 കണ്ടെയ്നേഴ്സിനെ വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ജൈജാന്റിക് ഷിപ്പുകൾ. ഇന്ത്യയിൽ ഒരു പോർട്ടിലും
നാച്ചുറൽ ഡെപ്ത് ഇല്ല മദർഷിപ്പുകൾക്ക് അടുക്കാൻ ഉള്ള. അതുകൊണ്ട് ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിലും ദുബായ് പോർട്ടിലും ഒക്കെയാണ് ഇന്ത്യയിലേക്ക്, സിംഗപ്പൂർ പോർട്ടിലും ഒക്കെയാണ് ഇന്ത്യയിലേക്കുള്ള ഗുഡ്സും കൊണ്ടുവരുന്ന മദർഷിപ്പുകൾ അടുക്കുന്നത്. അവിടെ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടക്കും. വാട്ട് ഈസ് ട്രാൻസ്ഷിപ്മെന്റ്? അവിടെ നിന്ന് ചെറിയ ഷിപ്പുകളിലേക്ക് കയറ്റും, എന്നിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. എന്തൊരു കോസ്റ്റ് ആണെന്ന് ആലോചിച്ച് നോക്കി, എന്ത് ലോസ് ഓഫ് നമ്മളുടെ മണിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ ഇനി അത് വേണ്ട. ഇന്ത്യക്ക് ഇപ്പോൾ ഒരു വിഴിഞ്ഞം പോർട്ട് ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത്, ഓണം വഴി തൊട്ട് അതിന്റെ ഇനാഗുറേഷനെ കഴിയുള്ളൂ. ആ വിഴിഞ്ഞം പോർട്ടിൽ നാച്ചുറൽ ഡെപ്ത് ഈസ് ദെയർ ടു എന്താ പറയുക, അവരുടെ മദർഷിപ്പുകൾക്ക് അടുക്കാനുള്ള നാച്ചുറൽ ഡെപ്ത് ഉണ്ട്. അപ്പം ഇപ്പൊ മദർഷിപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്നലെ വന്നു. അതാണ് സാൻ ഫെർണാണ്ടോ. അത് മെർസ്ക് എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും വലിയ 2ാമത്തെ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ്. അതുകൊണ്ട് ട്രാൻസ്ഷിപ്മെന്റ് ഇനി ഇവിടെ നടത്താം, ഇന്ത്യക്കകത്ത് തന്നെ. മുമ്പ് വേറെ രാജ്യത്ത് ട്രാൻസ്ഷിപ്മെന്റ് നടത്തിയിട്ട് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് ആണ്. ഇരുന്നോട്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിഴിഞ്ഞത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടത്താം. ട്രാൻസ്ഷിപ്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഈ ബിഗ് ഷിപ്പിൽ നിന്ന് സ്മോളർ ഷിപ്പിലേക്ക് മാറ്റുന്ന പരിപാടിയാണ് ട്രാൻസ്ഷിപ്മെന്റ്. ഇനി വേണമെങ്കിൽ അടുത്ത രാജ്യങ്ങളിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഇവിടെ നടത്താൻ പറ്റും, നമ്മളെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്ക്. അപ്പോൾ വലിയ കൊമേഴ്സ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖം തുറന്നിടുന്നത്, എസ്പെഷ്യലി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കേരള. ഓക്കെ, അപ്പം അത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്ന മദർഷിപ്പാണ് അത് പഠിച്ചു വെച്ചാൽ. ഇന്ത്യ ഹോസ്റ്റ് ബിംസ്റ്റെക് ഫോറിൻ മിനിസ്റ്റേഴ്സ് അമിഡ് റേജിംഗ് മ്യാൻമർ ക്രൈസിസ്. ബിംസ്റ്റെക് എന്താണെന്ന് ആദ്യം പഠിക്കുക. ബിംസ്റ്റെക് മീൻസ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. ബിംസ്റ്റെക് എന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ ആണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. അപ്പൊ ബിംസ്റ്റെക്കിൽ 7 countries ആർ ദെയർ. 7 countries: ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, മാൽദീവ്സ്, നേപ്പാൾ, തായ്ലൻഡ് ആൻഡ് മ്യാൻമർ. ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാൽദീവ്സ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, പിന്നെ ശ്രീലങ്ക ഉണ്ട്. ശ്രീലങ്ക അത് ഞാൻ വിട്ടുപോയി, ഞാൻ പറഞ്ഞതിൽ കുറച്ച് തെറ്റുപറ്റി. ശ്രീലങ്ക, തായ്ലൻഡ്, മ്യാൻമർ. ഇത്രയും രാജ്യങ്ങളാണ്, 7 രാജ്യങ്ങൾ. ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് ആൻഡ് മ്യാൻമർ. ഈ 7 രാജ്യങ്ങളോട് ചേർന്നാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ബിംസ്റ്റെക് ആണ് ഇപ്പൊ ഇന്ത്യ മെയിൻലി പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ, ബിക്കോസ് സാർക്ക് ഈസ് ഓൾമോസ്റ്റ് ഡിഫങ്ക്ട് നൗ. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, അതിൽ പാകിസ്ഥാനും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡിഫങ്ക്ട്. അപ്പൊ അതിന് പകരം ഇന്ത്യ ബിംസ്റ്റെക്കിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ബിംസ്റ്റെക്കിൽ ഒരു രാജ്യമാണ് മ്യാൻമർ. മ്യാൻമറിൽ ഇപ്പൊ വലിയ ക്രൈസിസ് നടക്കുകയാണ്. ഇന്നലെ ബിംസ്റ്റെക്കിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ചുണ്ടായിരുന്നു. ബിംസ്റ്റെക്കിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ്. ജയശങ്കർ ആണല്ലോ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ, അദ്ദേഹം ഉൾപ്പെടെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത് ഡൽഹിയിൽ വെച്ചാണ് നടന്ന. അപ്പൊ മ്യാൻമർ വലിയ ക്രൈസിസിലാണ്. മ്യാൻമറിലെ ക്രൈസിസിന് കാരണം അവിടുത്തെ പട്ടാള ഭരണകൂടം അവിടുത്തെ ഡെമോക്രസി അടിച്ചമർത്തി. പക്ഷേ ഡെമോക്രാറ്റിക് ഫോഴ്സസ് വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നു. അവിടെ സിവിലിയൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ചേർന്ന് അവിടെ കൗണ്ടർ ഗവൺമെന്റും കൗണ്ടർ പട്ടാളമൊക്കെ ഉണ്ടാക്കി അവിടുത്തെ ഒറിജിനൽ പട്ടാള ഗവൺമെന്റുമായിട്ട് ഏറ്റുമുട്ടുന്നു. പല സ്ഥലങ്ങളും അവർ പിടിച്ചെടുക്കുന്നു. അതാണ് അവിടുത്തെ സിനാരിയോ. ഇപ്പം ഗ്രേവ് സെക്യൂരിറ്റി സിറ്റുവേഷൻ ഈസ് ഇൻ മ്യാൻമർ. അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ ഷെൽട്ടർ നഷ്ടപ്പെടുന്നു, ലൈഫ്സ് നഷ്ടപ്പെടുന്നു. അപ്പൊ അവിടെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കാൻ ഇന്ത്യക്ക് സമയമായിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുന്നു. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നെക്സ്റ്റ് പേജിൽ വേറെ ഒന്നും പറയാമല്ലോ. നമ്മളുടെ സ്റ്റീൽ മിനിസ്റ്ററിന്റെ ഫോട്ടോ ഒക്കെ കാണാം. സ്റ്റീൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? കുമാരസ്വാമി. സ്റ്റീൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് കുമാരസ്വാമി. സ്റ്റീൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കുമാരസ്വാമി, HD കുമാരസ്വാമി. പഴയ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയ HD ദേവഗൌഡയുടെ മകനാണ് HD കുമാരസ്വാമി. പിന്നെ ഈ പേജിൽ വരുമ്പോ DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ പ്രീമിയം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രീമിയർ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് പിന്നീട് DRDOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. പിന്നെ ഇവിടെ ഒരു നല്ല ന്യൂസ് ആണ്. BSFും CISFും 10% കോട്ട കൊടുക്കാൻ പോണ അഗ്നിവീഴ്സിന്. അഗ്നിവീർ നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം ഉള്ള ഒരു സംഭവമാണ്. അഗ്നിവീർ ആയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട്, അഗ്നിപത് സ്കീമിന്റെ അണ്ടറിൽ അഗ്നിവീർ ആയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് 4 വർഷം അവർക്ക് ജോലി കൊടുത്തിട്ട് പട്ടാളത്തിൽ 4 വർഷം കഴിയുമ്പോൾ 25% പേരെ മാത്രം റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി 75% പേരെ പറഞ്ഞുവിടും. ഏതാണ്ട് 11 ലക്ഷം രൂപയോളം അവർക്ക് പൈസയെ കൊടുത്തിട്ട്. അപ്പൊ ആ ബാക്കി 75% പുറത്തു പോകില്ലേ? ആ പുറത്തു പോകുന്ന ആൾക്കാരിൽ 10%-ന്
CASF, BSF ഇവരെ ട്രെയിനിങ് പോലും നോക്കാതെ അവരെ എടുക്കുമെന്നാണ് പറയുന്നത്. കാര്യം അവരെ ഓൾറെഡി ട്രെയിൻഡ് ആയതുകൊണ്ട് അത് നല്ല കാര്യമാണല്ലേ. അപ്പോൾ ഇവർക്ക് അത്രയും പേർക്ക് അവിടെ ജോലി കിട്ടും. ബാക്കി എല്ലാ ഫോഴ്സസ് അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും പിന്നെ റീഹാബിലിറ്റേഷൻ ജോലി കിട്ടും വീണ്ടും. CASF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഇത് രണ്ടും ആണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 2 പാരാമിലിറ്ററി ഫോഴ്സസ് ആണ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ 2 പാരാമിലിറ്ററി ഫോഴ്സസ് ആണത്? 10% കോട്ട അഗ്നിവീറിന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചേക്കണം. CASF ആൻഡ് BSF. പിന്നെ നമ്മളുടെ പാൻ മസാല പാക്കറ്റുകളിൽ മൊത്തം പാക്കറ്റ് വലിപ്പത്തിന്റെ 50% ലേബൽ കൊടുക്കണം, വാർണിംഗ് കൊടുക്കണമെന്നാണ്. മൊത്തം പാൻ മസാല പാക്കിന്റെ 50% വാർണിംഗ് കൊടുക്കണം. അതൊരു പുതിയ നിയമം വന്നേക്കാണ്. FSSAI ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. FSSAI എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ. ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി ഇടയ്ക്ക് വെച്ച് മാഗിയൊക്കെ ബാൻ ചെയ്തായിരുന്നു, ലെഡിന്റെ കണ്ടന്റ് അതിൽ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ ചെയ്യേണ്ട അവരാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിൽ എഴുതിയേക്കത്തില്ലേ FSSAI എന്ന്. പിന്നെ ഇവിടെ ബിസിനസ് പേജിലേക്ക് വരുമ്പോൾ ഫുഡ് പ്രൈസസിനെ കുറിച്ച് അത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ യഥാർത്ഥ അണ്ടർ കൺട്രോൾ ആണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ മാനെ ബാധിക്കുന്ന ഇൻഫ്ലേഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഹോൾസെയിൽ ഇൻഫ്ലേഷനും ഉണ്ട്, അത് നമ്മളെ ഡയറക്ട്ലി അങ്ങനെ ബാധിക്കൂല. ആ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത CPI വെച്ചാണ്. CPI മീൻസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത WPI വെച്ചാണ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 4 ± 2 ആയിരിക്കണം എപ്പോഴും. 4% അതിൽ കൂടാം, 6% വരെ ആവാം. 4% കുറഞ്ഞ് 2% വരെ, അതാണ് 4 ± 2% ആയിരിക്കണം. ഇപ്പൊ 4.85 അങ്ങനെ എന്തോ ഒരു പെർസെന്റേജ് ആണ്. അപ്പൊ ദാറ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ് ഓൺലി. അപ്പൊ അത് കംഫർട്ടബിൾ ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം the main contribution to retail inflation or consumer price index come from food inflation, but that is not at a comfortable level. Food inflation is very high. All other inflations are under control. Fuel inflation, അല്ലെങ്കിൽ imported inflation, all other things are under control. That's why our inflation is staying within the limit. But at the same time, the inflation which is a big concern for common man, that is food inflation. But that is on a higher side. That is the thing which is worrying RBI and other policy makers. Okay. അപ്പം അതിനെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ TCS, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി, അവരുടെ പ്രോഫിറ്റിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് ഉണ്ട്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനി TCS, നോട്ട് ഇൻഫോസിസ്. India's second biggest software company is Infosys, and India's biggest software company is TCS, and its CEO is K. Krithivasan. RBI allows resident Indians to open FCAs in GIFT City in IFSC. GIFT City എന്താണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞാണ്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി. ഗിഫ്റ്റ് സിറ്റി ഈസ് എ സെസ് ഇൻ ഗുജറാത്ത്. സെസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. അവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ IFSC. IFSC ഈസ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ. IFSC ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ. ഇറ്റ് ഈസ് ദേർ ഇൻ big cities all around the world like Dubai, Singapore, etc. And India's first IFSC International Financial Service Center comes up in GIFT City. GIFT City's expansion is Gujarat International Financial Tech City. It is a CES means Special Economic Zone. ഇത്രയും പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നാറ്റോയുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നാറ്റോ 75 എന്നൊക്കെ എഴുതിയൊരു ഫോട്ടോയൊക്കെ അവിടെ കാണാം. നാറ്റോ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് പറയുന്നില്ല. പിന്നെ മിക്കവാറും ജോയ് ബൈഡൻ, US പ്രസിഡന്റിന് ചിലപ്പം അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റൂല. അദ്ദേഹം മെന്റലി അതിന് എക്യുപ്ഡ് അല്ല എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അദ്ദേഹത്തിന് പിൻവലിയാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ട്രംപ് അവിടെ ഈസി ആയിട്ട് ജയിക്കും. ട്രംപാണ് എതിർ സ്ഥാനാർത്ഥി. പിന്നെ സ്പോർട്സ് പേജിൽ എന്നത്തെ പോലെ യൂറോ കപ്പും വിംബിൾഡനും കോപ്പ അമേരിക്കയും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതിന്റെ ഫൈനൽ ആര് ജയിക്കും നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. പിന്നെ നിങ്ങൾ ടൂർ ഡി ഫ്രാൻസ് ഡെഫിനറ്റ്ലി നോക്കണം. ടൂർ ഡി ഫ്രാൻസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രാൻസ്. അതുകൊണ്ടാണ് അതിന്റെ പേര് ടൂർ ഡി ഫ്രാൻസ് എന്ന് പേര് വരുന്നത്. അത് ഫ്രാൻസിലാണ് നടക്കുന്നത്. പിന്നെ ഡ്യൂറൻ കപ്പ്, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ്സ് ഇൻ ദ വേൾഡ് ഈസ് ഡ്യൂറൻ കപ്പ്.
അതാണ് അതിനെക്കുറിച്ചുള്ള ന്യൂസ് കാണാം. അപ്പൊ അതൊക്കെ അവിടെ ഉള്ളൂ. അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ഇനി ഇവിടെ ഒന്നും പറയാനില്ല. നീറ്റിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകളാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു നമ്മളുടെ ന്യൂസ് പേപ്പർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.